കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 1:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 17 വരെയാണ് നമ്മുടെ ഈ സ്ലോട്ട് എങ്കിലും ഇപ്പോൾ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. ഒത്തൊരുമിച്ചുള്ള മതി, ഇപ്പോൾ അത്രയും മതി. റോമാലേഖനത്തിൽ ഈ ഭാഗത്ത് അഥവാ 11 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് റോം സന്ദർശിക്കുവാൻ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി പ്രൈസ് ലോർഡ് താൻ കൊതിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ, റോമിലുള്ള എൻ്റെ വിശ്വാസികളെ, ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന ഉത്തമ കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇവിടെ പറയുന്നൊരു കാര്യമാണ് ഈ 11-ാം വാക്യത്തിൽ. ആ 11-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി മതി. പൗലോസ് പറയുകയാണ്, ഞാൻ എന്തിനാ റോമിലേക്ക് വരുന്നത്? നിങ്ങളുടെ സ്ഥിരീകരണത്തിനായിട്ട്. അപ്പൊ ഈ പദം, സ്ഥിരീകരണം എന്ന പദം വെച്ചുകൊണ്ടാണ് CSI സഭകൾ പോലെയുള്ള മറ്റു സഭകൾ എന്ത് ചെയ്യുന്നത്? ഈ മാമോദിസ കുട്ടിക്ക് കൊടുത്തതിന് ശേഷം കുറെ കഴിഞ്ഞ് മുതിർന്നു വന്നതിന് ശേഷം അതിന് സ്ഥിരീകരണം, നിങ്ങൾ പണ്ട് സ്നാനപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ആധാരമായി അവർ പറയുന്ന വാക്ക് ഈ വാക്കാണ്, സ്ഥിരീകരണം. എന്നാൽ വാസ്തവത്തിൽ ആ സ്ഥിരീകരണം എന്ന വാക്കിന് യഥാർത്ഥ വാക്ക് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മുകളിൽ കാണാൻ കഴിയും. ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ വാക്ക് ഇങ്ങനെയാണ്. യഥാർത്ഥ ഭാഷ ഉറപ്പിക്കുവാൻ, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി അഥവാ അടിസ്ഥാനമുള്ളവരായി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ, ഇതാണ് സ്ഥിരീകരണം എന്ന വാക്കുകൊണ്ട് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അനവധി ആളുകൾക്ക് എന്ത് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. എന്തിന് സ്നാനപ്പെട്ടു? ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒന്ന്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഇപ്പം പറയാനല്ല. നിങ്ങളുടെ ആത്മീക നിലവാരം അറിയാത്ത നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാനാ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. എന്തിന് രക്ഷിക്കപ്പെടണം? എന്തിനു വേണ്ടി നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണം? ഒന്ന്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2, നിങ്ങൾ എന്തിന് രക്ഷിക്കപ്പെടണം? പ്രൈസ് ദി ലോർഡ്. സ്നാനം എന്താ സ്നാനപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താ? സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പരിശുദ്ധാത്മാവ് എന്താ? ഇതൊക്കെ അറിയോ നമുക്ക്? നമ്മുടെ ഈ റോമാലേഖന ക്ലാസ്സുകളിലൂടെ ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അടിസ്ഥാനപരമായി പഠിപ്പിച്ചു വരുന്നുണ്ട്. റോമാലേഖന പഠനത്തിൻ്റെ ആരംഭം തൊട്ട് കൃത്യമായി ഉള്ളിൽ ആഗ്രഹത്തോടെ പഠിച്ചവർക്ക് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ അതിൻ്റെ അകത്തുണ്ട്. ഈ റോമാലേഖന 5 എസ്സുകളിൽ നിന്ന് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പം ചോദിക്കുന്നില്ല, കാരണം ആഴ്ചകൾ കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒന്നാമത്തെ കാര്യം രക്ഷയാണ്, സെൽവേഷൻ, സെൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങൾ എന്താണ്? അത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് രക്ഷയുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനെങ്കിൽ കഴിയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധൻ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചെന്ന വാക്ക്, വിശുദ്ധിയുടെ ആത്മാവിനെ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നത്തെ വർത്തമാന പേപ്പറിലുണ്ട്. മാർത്തോമാ സഭയുടെ തലവനെ പുതിയ മാർത്തോമയെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അഭിഷേകമായിരുന്നു. ഇന്നലെ TV-യിലൊക്കെ ലൈവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് സ്ഥാനചിഹ്നം കൊടുത്ത്, ശുശ്രൂഷ കൊടുത്ത്, തലയും മുടി വെച്ച് കുരിശ് കൊടുത്ത് അതിൻ്റെ അംഗവസ്ത്രങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ പറയുന്നു, മാർത്തോമ പ്രൈസ് ദി ലോർഡ്,
വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുമ്പോൾ ആമേൻ, രണ്ട് അച്ഛന്മാരെ അപ്പുറവും ഇപ്പുറവും എടുത്തൊരു കസേരയിലിരിക്കുന്ന മെത്രാനെ എടുത്ത് പൊന്തിക്കും. കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. നിങ്ങൾ അത്രയും വിശുദ്ധരായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കാരണം ഒന്നും പുറത്ത് ലോകത്തൊന്നും അറിയാതിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്ന് ഞാൻ കണ്ടു, ഞാൻ അത് ലൈവ് നോക്കിയിരുന്നു. ആ പൊന്തിക്കുമ്പോൾ അവർ പറയും ഹോസിയോസ് എന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധനാകുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആരാണ് മനുഷ്യൻ? നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് തിരുവെഴുത്ത് വെളിത്തമായി പറഞ്ഞിരിക്കെ ഹോസിയോസ് എന്ന് പറയ പദത്തിന് യോഗ്യനായി ഈ പ്രപഞ്ചത്തിൽ ഒരാളെ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ പഠിപ്പിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഒരു ഉപദേശീയൻ ഇതുപോലെ ഹോസിയോസ് എന്ന് പറഞ്ഞ് പൊന്തിച്ചു. ആരാന്നറിയ ആള് പേര്? പരസ്യമായി പറയുന്നതിൽ നാണക്കേടില്ല. നീ പരിശുദ്ധനാണ്, നീ യോഗ്യനാണ് എന്ന് പറഞ്ഞ് KP യോഹന്നാനെ ബിഷപ്പാക്കി, ആർച്ച് ബിഷപ്പാക്കി, കാതോലിക്കാക്കിയിട്ട് എല്ലാവരും പൊന്തിച്ചിട്ട് ആമേൻ അംഗവസ്ത്രം കൊടുത്ത് തലയിൽ കുരിശ് വെച്ച് എല്ലാം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹോസിയോസ് പരിശുദ്ധൻ പരിശുദ്ധൻ. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. ED എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു നീ കള്ളൻ 6000 കോടിയുടെ കള്ളപ്പണ പിടിച്ചത്. നമ്മളെ നോട്ട് നിരോധിച്ച കാലഘട്ടത്തിൽ പോലും നോട്ട് എടുത്ത് കളയാൻ മറന്നു. അത്ര അധികം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം. അറിഞ്ഞില്ലേ പാവം? ഇന്ത്യയിലേക്ക് വരാൻ പറ്റാ. നിങ്ങൾ പേപ്പറൊക്കെ ഒന്ന് വായിക്കണം, നല്ലതാ. കർത്താവ് പറഞ്ഞത് തല ഉയർത്തി നോക്കാനാ, തല താഴ്ത്തിയിട്ടിരിക്കാനല്ല, തല ഉയർത്തി നോക്കാൻ പറഞ്ഞതുണ്ട്. അതും നോക്കണം നമ്മൾ. മനസ്സിലായോ? 6000 കോടി. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആമേൻ റോമൻ കത്തോലിക്ക സഭ, അതിലേറ്റവും ശക്തമേറിയ സഭ സിറിയൻ കാത്തലിക് ചർച്ചാണ്. അവരുടെ വിഭാഗത്തിൽ സീറോ മലബാറുണ്ട്, മലങ്കര റോമൻ കത്തോലിക് ഉണ്ട്. അതിൽ ഏറ്റവും സമ്പന്ന സഭ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നതിൽ സീറോ മലബാർ സഭയാണ് ഏറ്റവും സമ്പന്നമായ ഇന്ത്യയിലെ സഭ. ആ സഭയുടെ വാർഷിക ബഡ്ജറ്റ് 13 കോടി. 13 കോടി. എത്ര? എറണാകുളം ലിസി ആശുപത്രി, അതുപോലെയുള്ളതായ നിരവധി ആശുപത്രികളും സ്ഥാപനങ്ങളും ഉള്ള ഈ സഭയ്ക്ക് 13 കോടിയാ വരവ് ചെലവ് കണക്ക്. ഇന്നലെ പൊട്ടിമുളച്ച KP യോഹന്നാനെ, പെരുമ്പാവൂര് താറാവിനെ മേച്ച് നടന്ന ആമേൻ KP യോഹന്നാനെ, താറാവ് യോഹന്നാൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ, യേശുവിനെ കണ്ടുമുട്ടി കർത്താവ് മാനിച്ചു, കൊണ്ടുപോയി വേദം നേടി. ഈ വർഷത്തിൻ്റെ അകത്ത് ആമേൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന കണക്ക് കൂടാത്ത കണക്കില്ലാത്ത 6000 കോടി ഗവൺമെന്റ് പിടിച്ചു കഴിഞ്ഞു. കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാജിവെച്ച കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാവിനെ 1.25 കോടി ക്യാൻസർ ചികിത്സയ്ക്ക് സംഭാവന ചെയ്തവനായി മനുഷ്യൻ. മനസ്സിലായോ? പാവങ്ങൾ, പട്ടിണി കിടന്ന് വിശ്വാസികൾ ദരിദ്രരായും എല്ലാം കെടുക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് 1.5 കോടി ചികിത്സയ്ക്ക് ഇനിയും കൊടുക്കുന്നവർ തന്നെയാണ്. കണ്ടോ അധംപതനം? വചനത്തിൽ ഉറച്ചു നിൽക്കുക. നീയാണ് ഏക പരിശുദ്ധൻ. ദൈവമല്ലാതെ ഒരു പരിശുദ്ധനെ ലോകത്തിൽ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. വ്യക്തമായിട്ട് അത് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇനി പോകുന്നില്ല. ഇന്ന് പകൽ മനസ്സിലാക്കുക, സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം ഈ സ്റ്റേജ് തയ്യാറാക്കാൻ ഒരു യുവാവ് ഇവിടെ വന്നു. പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് കയറുന്ന ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ അവനോട് ചോദിച്ചു, ആമേ മോനെ, നീ എന്തിനാ ഓർത്തഡോക്സുകാരനായത്? അപ്പൊ പറഞ്ഞത്, ഞാൻ അവിടെയല്ലേ ജനിച്ചേ. അതെ. പ്രൈസ് ദി ലോർഡ്. നീ എപ്പോഴെങ്കിലും മാറി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചു, നിന്റെ വിശ്വാസം ആര് അംഗീകരിക്കാൻ, ആരാ സ്വീകരിക്കാൻ തീരുമാനിക്കേണ്ടത്? അത് ഞാനാ. പക്ഷെ നീ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. അവൻ പറയും, ഇതുവരെ എന്നോട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ലെന്ന്. ചോദ്യങ്ങളാണ് ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ റോമിൽ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മുഖ്യമായ ലക്ഷ്യം നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥൈര്യമുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പ് വേണം. നല്ല ഉറപ്പില്ലാത്തവനാണ് ഇളകുന്നത്, ശ്രദ്ധിക്കാതിരിക്കുന്നവനാണ് ഇളകിപ്പോകുന്നത്. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് എഴുതാനൊക്കെ പറയുന്നത്. ഇതൊന്നും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരുന്ന നോട്ടുകളിൽ കാണില്ല. ഇത് ആത്മാവിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് എഴുതിയെടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ തന്നെ പലപ്പോഴും എഴുതി നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം വന്ന് ഞാൻ നോട്ട് ആദ്യം പോയിട്ട് എഴുതും.
കാരണം ദൈവാത്മാവിൻ്റെ പ്രകാശനം കിട്ടുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ്, അത് എനിക്കും പഠിക്കാൻ ആവശ്യമായ രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. ആമേൻ പ്രൈസ് ദി ലോർഡ്. വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, ആ വാക്ക് സ്ഥിരീകരണം എന്ന വാക്കിന് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് വാക്ക്. ഇംഗ്ലീഷിൽ അങ്ങ് വിട്ടേക്ക്. അതിൻ്റെ മലയാള അർത്ഥം ഇതാണ്: ഉറപ്പുള്ളവരാക്കുക. നിങ്ങളെ ഉറപ്പുള്ളവരാക്കുക, സ്ഥൈര്യമുള്ളവരാക്കുക എന്നുള്ളതാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗലോസ് റോമിൽ സന്ദർശിക്കുന്ന ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? അവിടെയുള്ളവർ എന്ത് ചെയ്യണം? സ്ഥൈര്യമുള്ളവർ, ഉറപ്പുള്ളവരായിരിക്കണം. ഇനി സ്ഥിരീകരണത്തിൻ്റെ അപാകത ഞാൻ പറയാം. ഈ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ മാമോദിസം മുക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറയിപ്പിച്ചതാണെങ്കിൽ ഒരിക്കലൂടെ പറയാം. സ്നാനപ്പെടാത്ത കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല, നരകത്തിലേക്ക് പോകുമെന്നുള്ള ചിന്തയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഒരു തൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ, വിശ്വാസത്തിൽ കൈയടക്കുവാൻ വേറൊരാൾക്ക് സാധ്യമല്ല. എന്നാൽ വചനം കൃത്യതയോടെ ആർക്ക് സ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നാനപ്പെടുന്ന വ്യക്തിക്കുണ്ടാകരിക്കേണ്ട ബേസിക് അത് എന്താണ് ഏതെന്ന് അതല്ല പറഞ്ഞു. ബേസിക്കായി ചില കാര്യങ്ങളുണ്ട്. അത് വായിച്ചിട്ട് വേഗം പോകാം. അതായിരുന്നു എന്നല്ലേ സംശയം ചോദിച്ചവർക്ക് ആവശ്യം. അത് മത്തായിയുടെ സുവിശേഷം 3:16 വായിച്ച്, ആദ്യം അപ്പോസ്തല പ്രവൃത്തി 2:38 വായിച്ച് അവിടുന്ന് തുടങ്ങാം. അപ്പോസ്തല പ്രവൃത്തി 2:38 വേഗം ഒന്ന് വായിച്ചേ. നിങ്ങൾ റോമാലേഖനം എടുത്തു വെച്ചിരുന്നെങ്കിൽ അതിന് ഇപ്പുറത്തല്ലേ, തൊട്ട് മുമ്പിലത്തെ 10 അപ്പോസ്തല പ്രവൃത്തി. പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടി വന്ന ആളുകളോട് പൗലോസ് പ്രസംഗിച്ച കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിന് സ്നാനമേൽക്കണം. അപ്പൊ സ്നാനമേൽക്കുന്നവൻ പ്രാഥമികമായ കാര്യം എന്തായിരിക്കണം ചെയ്യുന്നത്? മാനസാന്തരപ്പെടണം. നമ്മളെ സ്നാനം മുങ്ങികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന യാക്കോബ ഓർത്തഡോക്സ് സുറിയാനി സഭകളിലും അംഗീകരിച്ച ഹൂദായ കാനോനിൽ അവരുടെ സഭാ പ്രമാണ രേഖയിൽ പറയുന്നു, അവൻ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി 3 വർഷം വചനം പഠിക്കണം, വേദം പഠിക്കണം എന്നാണ്. എത്ര വർഷം? 3 കൊല്ലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നിട്ട് മാമോദിസ കൊടുക്കാവൂ എന്ന് അവരുടെ സഭാചട്ടം പ്രമാണിക്കുമ്പോൾ ആണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒന്നും അറിയാത്ത മലത്തിൽ കിടക്കുന്ന അമ്മിഞ്ഞപ്പാല് മാത്രം നുണയാൻ അറിയുന്ന, വിശക്കുമ്പോൾ അമ്മിഞ്ഞപ്പാല് ചോദിക്കാൻ മാത്രം കരയുന്ന കുഞ്ഞിനെ മാമോദിസ മുക്കുന്നത്. മാനസാന്തരപ്പെടാത്തവനെ സ്നാനപ്പെടുത്തുവാൻ പ്രമാണമില്ല. അപ്പോൾ ആ സഹോദരനോട് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങളുടെ സഭയിൽ എത്ര വയസ്സല്ല സ്നാനപ്പെടുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വയസ്സുണ്ട്, മാനസാന്തരപ്പെടണം. അത് 5 വയസ്സായാലും സ്നാനപ്പെടുത്തും. അവന് ബോധ്യമുണ്ടെന്ന്, താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരുത്തിന് ബോധ്യമുണ്ടെങ്കിൽ അവനത് ചെയ്യണമെന്ന് അവൻ ഞങ്ങൾക്ക് സ്നാനം കൊടുക്കും. ചിലപ്പോൾ 60 വയസ്സായാലും കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ ആ യുവാവിന് പുതിയ അറിവുകളായിരുന്നു. അപ്പൊ അവൻ വിചാരിച്ചത് മുതിർന്ന് വലുതായി കൊടുക്കുന്ന സ്നാനാന്നാ. അവർ കുട്ടിയിലെ കൊടുക്കുന്നു. നമ്മൾ അല്ല ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട കർത്താവ് വിശ്വസിക്കുന്നവന് മാത്രമേ സ്നാനപ്പെടുത്താവൂ. ഇനി മത്തായി നേരത്തെ വായിച്ച ഇതിലേക്ക് വരാം. 3:16 വേഗം വായിക്കണം, സമയങ്ങൾ അതിവേഗം കടന്നു പോകുന്നു. ഞാൻ അതെല്ലാം ഒന്നും കൂടെ കവർ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. യേശു സ്നാനമേറ്റ ഉടനെ നോക്ക് മതി, ആ വാക്കേ വേണ്ടു. യേശു സ്നാനമേറ്റ ഉടനെ എന്ത് ചെയ്തു? വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ടവൻ വെള്ളത്തിൽ നിന്ന് കയറണം. പ്രൈസ് ദി ലോർഡ്. മാമോദിസ. അപ്പോൾ എന്നോട് പറഞ്ഞ യുവാവ് ചോദിച്ചു, ഞങ്ങൾ മാമോദിസ കൊടുക്കുന്നു, നിങ്ങൾ സ്നാനം കൊടുക്കുന്നു, ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഞാൻ ചോദിച്ചു, മാമോദിസ എന്ന് പറഞ്ഞാൽ എന്താണ് മനർത്ഥം? അതെനിക്കറിയില്ല. മാമോദിസ എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിയാ, വെള്ളത്തിൽ മുങ്ങണം. ആരെങ്കിലും വന്ന് തെളിച്ചു പോയാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ആമേൻ. മധുബായയുടെ മുമ്പിൽ അവരുടെ ആമേൻ സമുദായ സഭകൾക്ക് മധുബായ ഭയങ്കര പരിശുദ്ധ വസ്തുവാണ്. അതിൽ ത്രോണോസുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും പ്രസിദ്ധീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ പറയുന്നു, ആ മധുബായയുടെ മുമ്പിൽ ഞാൻ നിന്നെ മാമോദിസ തളിക്കുന്നു എന്ന് ഇന്ന് വരെ ഒരു പുരോഹിതൻ പറഞ്ഞിട്ടില്ല. മാമോദിസ വെള്ളം തെളിക്കുമ്പോഴും പറയുന്നത്, ഞാൻ നിന്നെ മാമോദിസ മുക്കുണൂന്ന. ഏത് തെളിച്ചിട്ട്?
നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യമില്ലാത്ത ഒന്ന് ചെയ്തിട്ട് അതിനെ ഉറപ്പിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ടോ? റോമാലേഖനം 6 പറയുന്നു, ക്രിസ്തു യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി, ക്രൂശി മരണത്തിൽ പങ്കാളികളായി. ഓക്കെ. 2, ആമേൻ. എന്തിനാണ് വെള്ളത്തിൽ മുക്കിയത്? ആമേൻ. അടക്കത്തിൻ്റെ പ്രതീകമായി ഇടത് അടുക്കി യേശു മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റൻ്റെ പ്രതീകമായി വെള്ളത്തിൽ നിന്ന് അവൻ കയറി വരുന്നു. പുനരുദ്ധാനത്തിൻ്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഈ കാര്യങ്ങൾ പ്രതിനിധീകരിക്കാത്തത് ഒന്ന് യേശുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ പ്രതിനിധീകരിക്കുന്നില്ല. നാം സ്ഥിരീകരണം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പണ്ടത്തെ ബാലവിവാഹം കഴിഞ്ഞ മോനെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവർ അംഗീകരിക്കും. ഇപ്പോഴത്തെ തലമുറ പിള്ളേർ പറയോ, ആമേൻ ആരാ കഴിച്ച്? മോൻ കല്യാണം കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ആമേൻ മോനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു, ഒന്നും നിങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോകണമെന്ന് പറയും ഇപ്പോഴത്തെ പിള്ളേര്. അവരംഗീകരിക്കോ? ഇല്ല, അംഗീകരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? അങ്ങനെ സ്ഥിരീകരണം എന്ന വാക്കിനെ പകരം വെക്കുന്നതല്ല ഇത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പഠിപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 20-12 അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് ആബാലവൃദ്ധം എന്ന് പറയും. ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെ ഉള്ളവരാണ് വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ ശിശുക്കളില്ല. പിന്നെ ശിശുക്കൾ എവിടെ പോയി? കർത്താവ് യേശു പഠിപ്പിച്ചു, തിരുവായി മൊഴിഞ്ഞുകൊണ്ട് യേശു പഠിപ്പിച്ചു, ശിശുക്കൾ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ, സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവർക്കുള്ളതാണ്. അപ്പൊ ശിശുവായി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ശിശുവിനെ കുറിച്ച് നിങ്ങൾ ചഞ്ചലിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന്റെ സ്വന്തം വകയാണ്. ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടി ജനിച്ചു വളർന്ന് സ്നാനപ്പെട്ടില്ലാത്തതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവനെ ദൈവം അങ്ങനെ നിർമ്മിച്ചു. അവന് കൊടുത്ത ബുദ്ധിയിൽ അവനോട് ദൈവം ഇടപെട്ടോളും. അങ്ങനെ ദൈവമക്കൾ വളരെ ആഴത്തിൽ ദൈവജനം പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ വേഗം പോവുകയാണ്. സ്ഥിരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ യേശു ചെയ്തു. ഒരു കാര്യം കൂടെ പറയാം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 8:36 മുതൽ ഒന്ന് വായിച്ച്, അപ്പോസ്തലന്മാർ കൂടി ചെയ്തതും കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാം, നിങ്ങളുടെ വചന തെളിവിന് വേണ്ടി. ഫിലിപ്പോസും ഷണ്ണനും കൂടി തേടി പോകുന്ന കാര്യമാണ്. സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഫിലിപ്പോസ് ഷണ്ണനോട്, വേദപുസ്തകത്തെ ആധാരമാക്കി. അപ്പോൾ അവരിങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഓക്കെ, വായിച്ചോളൂ, വേഗം വായിച്ചു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് അംഗീകരിക്കാത്ത ഒരുത്തനെയും ഏറ്റുപറയാത്ത ഒരു നാവിനെയും സ്നാനപ്പെടുത്തുവാൻ പ്രമാണമില്ല. കേട്ടോ? സമയങ്ങളില്ല, വേഗം പോട്ടെ. ഇരുവരും, സ്നാപകനും സ്നാനാർത്ഥിയും ഇരുവരും എവിടെ ഇറങ്ങി? വെള്ളത്തിൽ ഇറങ്ങി. ഇനി അവർ വെള്ളത്തിൽ നിന്ന് കയറി, വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി. സ്നാപകനും സ്നാനാർത്ഥിയും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി, ഒരുമിച്ച് പ്രൈസ് ഹല്ലേലൂയ വെള്ളത്തിൽ നിന്ന് സ്നാനം കഴിഞ്ഞ് കയറി വരുന്നതാണ് സ്നാന ശുശ്രൂഷ. തെളിക്കുന്നതല്ല. ആ തെളിക്കുമ്പോൾ ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കാത്തത് കൊണ്ട് പിന്നെ എന്തിനു വേണ്ടി ആ സ്ഥിരീകരണം കൊടുക്കുന്നത്? ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആമേ കൊടുക്കുന്നത് തെറ്റ് വചനവിരുദ്ധമല്ലേ? മനസ്സിലായോ? സ്ഥിരീകരണത്തിനും. ഇനി വേഗം ഞാൻ പോകുകയാണ്. 11 വാക്യത്തിന്റെ 2 ഭാഗം ഒന്ന് വായിച്ച മോളെ. ആത്മീകപരം നോലും നൽകേണ്ടതിന് പൗലോസിന്റെ 1-ാമത്തെ റോമിൽ ദൗത്യം, വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും ആത്മീകപരം നൽകേണ്ടത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് പറഞ്ഞുകൊണ്ട് ഇന്ന് അനവധി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ശുശ്രൂഷ ആവശ്യമായ കൃപാവരം ആവശ്യമുള്ളവർ വരാൻ പറയുന്നു. ബോധമില്ലാത്ത ജനം പോയി മുട്ടൂത്തി നിൽക്കുന്നു. യുവമാര് തല കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീകവരത്തിന് വേണ്ടി. കൊരിന്ത്യർ ലേഖനം 12:8 മുതൽ വായിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. താൻ ഇച്ഛിക്കുമ്പോൾ, അഥവാ കൃപാവരങ്ങളെ കുറിച്ച് 9 ആത്മാവരങ്ങളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് അന്യഭാഷ, വ്യാഖ്യാനം, വിശ്വാസം, ജ്ഞാനം, പരിജ്ഞാനം, ആത്മാക്കളുടെ വിവേചനം, ഇത്യാദി 9 കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, ഇത് താൻ ഇച്ഛിക്കുമ്പോൾ, ആരെ
ആമേൻ. ആത്മാവിച്ഛിക്കും പോലെ താൻ ഓരോരുത്തർക്കും പകർത്തു കൊടുക്കുകയാണ്. ഈ ശുശ്രൂഷ ഭൂമിയിൽ ഒരു മനുഷ്യനെ ദൈവം തന്നിട്ടില്ല, ഒരു മനുഷ്യന്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് ആ ശുശ്രൂഷകൾ വെളിപ്പെടുത്തുവാൻ ചിലപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരിക്കാം. ടോണി സോഗൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ദൈവം തന്റെ ശുശ്രൂഷ തനിക്ക് പകുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ആത്മവരങ്ങൾ പകുത്ത് തന്നിട്ടുണ്ട്. അതിനെ ഒരു പക്ഷെ ദൈവത്തിന്റെ ആത്മശക്തിയാൽ വെളിപ്പെടുത്താൻ ഒരു ദൈവദാസന് കഴിയും, കൊടുക്കാൻ കഴിയുകയില്ല. വ്യത്യാസം മനസ്സിലായോ? ആത്മിക ശുശ്രൂഷകൾ വെളിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നിന്നിലുള്ള കൃപാവരം. അപ്പൊ നിന്നിൽ ഈ കൃപാവരം നിറച്ചതാരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരാത്മാവരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പ്രമാണമില്ല. നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയപ്പോൾ ഈ ആയുസ് കൊണ്ട് എന്തെല്ലാം ചെയ്ത് നിങ്ങൾ തീർക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചുവോ അതിനുള്ള കൃപാവരം നിങ്ങളുടെ മേൽ പകർന്നു. അത് ജ്വലിക്കാനാ പ്രാർത്ഥിക്കണ്ടേ. അത് പ്രയോജനപ്പെട്ട് സഭയ്ക്ക് പൊതു പ്രയോജനത്തിനായി മാറുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്ന അർത്ഥം എന്താണ്? പൗലോസിൽ ദൈവം നിക്ഷേപിച്ച കൃപാവരങ്ങൾ, തന്നിൽ ദൈവം കൊടുത്തുള്ള ആത്മവരങ്ങൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ആത്മവരങ്ങളെ എടുത്തുപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഉറപ്പിക്കാനാ. നേരത്തെ വച്ചല്ലോ, നിങ്ങളെ സ്ഥിരീകരിക്കാൻ. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ദാസൻ ആത്മീയ മർമ്മങ്ങൾ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവിലെ നിയന്ത്രിക്കപ്പെട്ട് സഭയിൽ വ്യക്തി ജീവിതങ്ങളിൽ ഇടപെടുമ്പോൾ അവർ ക്രിസ്തുയേശുവിൽ ഒന്നും കൂടെ ഉറയ്ക്കുവാൻ ഇടയെത്തീരും. അതിനാണ് ആ വ്യക്തിയിലുള്ള, ആ ശുശ്രൂഷകനിലുള്ള ആത്മവരങ്ങളെ സഭയ്ക്ക് കൊടുക്കുകയാണ്. അല്ലാതെ വരങ്ങളെ ഞാൻ അഭിഷേകം ചെയ്ത് തരികയല്ല. അതിനധികാരി ലോകത്തിൽ ആർക്കുമില്ല എന്ന കാര്യങ്ങൾ പ്രൈസുള്ളൂ. അപ്പൊ തന്നിലുള്ള കൃപാവരത്തെ ഉപയോഗിച്ച് റോമിലുള്ള സഭയെ ഉറപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. ഞാൻ വേഗം പോവുകയാണ്. 12-ാം വാക്യം വായിച്ച് തൻ്റെ പൗലോസിന്റെ രണ്ടാമത്തെ റോം സന്ദർശന ഉദ്ദേശം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാശ്വാസം വേണം. ഞാൻ റോം സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ റോം സന്ദർശിക്കുമ്പോൾ റോമിലുള്ളവർക്ക് എന്ത് ചെയ്യണം? ആശ്വാസം കിട്ടണം. ഒപ്പം നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കുന്ന എനിക്കും കിട്ടണം ആശ്വാസം. മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? പൗലോസിനെ അവിടെ ചെന്ന് റോമിലേക്ക് ചെല്ലുമ്പോൾ റോമിൽ പൗലോസിന്റെ ശുശ്രൂഷയാൽ എന്ത് ചെയ്യണം? റോമിലുള്ള സഭയ്ക്ക് ആശ്വാസം കിട്ടണം. ആ ആശ്വാസം കിട്ടുമ്പോൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിങ്ങളെ ശുശ്രൂഷിച്ചതിനാൽ എനിക്കും കിട്ടണം ആശ്വാസം. നിങ്ങളുടെ സഹോദരകാഴ്ച അല്ല വേണ്ടത്. ശുശ്രൂഷകളിലുള്ളൊരു സന്തോഷമുണ്ട്. ഇത് പരസ്പര പൂരിതങ്ങളാണ്. ഞാനിവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ആഴത്തിൽ തിരിച്ചറിയുകയും അതിനൊത്തോടെ നിങ്ങൾ പ്രതികരിക്കുകയും നിങ്ങളതിനോട് ചേർന്ന് വരുമ്പോൾ ആ വചനം, കേട്ട വചനം നിങ്ങളുടെ അകത്ത് അനുഗ്രഹമായി മാറും. ഒപ്പം തന്നെ ശുശ്രൂഷിക്കുന്ന എനിക്കും ഇത് അനുഗ്രഹമായി മാറും. അപ്പൊ പൗലോസ് പറഞ്ഞു, നമുക്ക് രണ്ടു കൂട്ടർക്ക് എന്ത് ചെയ്യണം? അനുഗ്രഹം. അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം കൊടുക്കുന്നതല്ല ഇത്. ഒരു കൂട്ടര് മാത്രം സന്തോഷം പ്രാപിക്കുന്നവരല്ല. നിങ്ങളും അഥവാ സഭയും ശുശ്രൂഷകനും ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കണം, ആശ്വാസം പ്രാപിക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന രണ്ടാമത്തെ ഉദ്ദേശം നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാകണം. നിങ്ങളിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് എനിക്കും ഉണ്ടാകണം. മൂന്നാമത്തേത് വേഗം വായിക്കാം. അതിൻ്റെ അടുത്ത ഭാഗം വായിച്ച് നിങ്ങളുടെ അടുക്കൽ ഞാൻ വരുവാൻ ഉദ്ദേശിക്കണം. ഞാൻ പണ്ട് പ്രസംഗിച്ചപ്പോഴേ ഫിലിപ്പയിലും എഫെസോസിലും കൊരിന്തിലൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അവിടെ എന്ത് ചില ബലങ്ങളുണ്ടായി, സഭകളുണ്ടായി. അവിടെ അത് ഈ ആളുകൾ എന്ത് ചെയ്തു? ദൈവത്തെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതുപോലെ ആ ജാതികളുടെ ഇടയിൽ ദൈവം എന്നെ ഉപയോഗിച്ചിട്ട് അനവധി ആളുകൾക്ക് യേശു കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ റോമിലേക്ക് വന്ന് അവിടെ എനിക്ക് ചിലരെ നേടണം. മനസ്സിലായി? മൂന്നാമത്തെ ഉദ്ദേശം ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വാഞ്ച നമ്മുടെ അകത്തുണ്ടോ? യോഗത്തിന് വരിക പോകുക എന്നല്ലാതെ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പേ ചിലരെങ്കിലും കർത്താവിലേക്കൊന്ന് നയിക്കാൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിലേക്കൊന്ന് ആദായപ്പെടുത്താൻ എനിക്ക് കഴിയണമെന്നുള്ള വാഞ്ചയോടുകൂടെ ഈ വിശ്വാസ ജീവിതം നയിക്കുന്നവർ എത്ര പേരുണ്ട്?
പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോഴും കണ്ണുനീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയുന്ന, വായിക്കാൻ കഴിയാത്തൊരു വചനമുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവിന്റെ ദാസനാകുന്ന പൗലോസ് പറയുകയാണ്, ഈ കൈകളിലെ ചങ്ങല ഒഴികെ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം അറിയിച്ചപ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ പൗലോസിന് ലോകം ചങ്ങലയിട്ടു. ആ ചങ്ങലയെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ചങ്ങലയൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെ തന്നെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലുണ്ടോ ദൈവമക്കളെ സുവിശേഷത്തിന്റെ ആത്മാവ് എത്ര പേരിലുണ്ട്? സുവിശേഷത്തിന്റെ ആത്മാവ് എത്ര പേരിലുണ്ട്? നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊരു മനുഷ്യൻ ആത്മഹത്യ, ഒരു സഹോദരനോ യുവാവോ യുവതിയോ ആത്മഹത്യ ചെയ്താൽ, അയ്യോ അവര് തൂങ്ങി മരിച്ചു, വിഷം കുടിച്ച് മരിച്ചു. അതിനപ്പുറത്തേക്ക്, കർത്താവേ ഞാൻ സുവിശേഷം പറഞ്ഞില്ലല്ലോ, ഞാൻ അവനോട് യേശുവിനെ കുറിച്ച് പങ്കുവച്ചില്ലല്ലോ, അവൻ നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ അവന്റെ രക്തം നീ എന്നോട് ചോദിക്കുന്ന ദിവസമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നപ്പാ. അതുകൊണ്ട് അവരോട് യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ സാക്ഷിപ്പാൻ, ഇനിയൊരു അബദ്ധം വരാതിരിക്കാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉള്ളത്തി തുറന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ജനുവരി മുതൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓൽപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതും നിങ്ങളുടെ സമീപത്തുള്ളതായ 25 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എഴുതി തന്ന ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് സുവിശേഷത്തിന് അനുകൂലമോ നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവരുടെ വീടിന്റെ പടിക്കലൂടെ ഒന്ന് കടന്നു പോയിട്ട്, കർത്താവേ നിന്റെ വചനം ഈ വീട്ടിലേക്കൊന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചവരെത്ര പേരുണ്ട്? നിന്റെ വീടിൻ്റെ അകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാനല്ല. പ്രയർ, ആമേൻ, ഇസ് ആക്ഷൻ. ഒരു പ്രവർത്തനം അതിൻ്റെ പുറകിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവമക്കളെ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? മറ്റൊരുത്തർ സുവിശേഷം കേൾക്കണമെന്ന് കൊതി വന്നിട്ടുണ്ടോ ദൈവമക്കളെ? ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു, ദൈവം നിങ്ങൾക്ക് വീട്, കാറ്, സകല നന്മയും തന്നു. സ്വർഗത്തിൽ പോയാൽ ഇത് നിങ്ങൾക്ക് കണക്ക് കൂട്ടുമോ? പ്രതിഫലം വിഭാജിക്കുന്ന പ്രതിഫലം ആരാണ്? നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വേല ചെയ്താൽ, പ്രവർത്തിച്ചാൽ, അധ്വാനിച്ചാൽ അതിനല്ലേ പ്രതിഫലം തരുന്നത്. നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ പ്രതിഫലമായി തീരും? ഇത് ദാനങ്ങളല്ലേ? ദാനങ്ങളിൽ അർമാദിക്കല്ലേ? ഇതാണ് ദൈവകൃപയെന്ന് ചിന്തിക്കല്ലേ? നീ യേശുവിനെ സാക്ഷിച്ചിട്ട് ചില ജീവിതങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത്, ആമേൻ, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ അധ്വാനത്തിനാണ് പ്രതിഫലം. ഇവിടെ കിട്ടിയ കാര്യങ്ങൾക്കല്ല. ഇത് അനവധി ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 1:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 17 വരെയാണ് നമ്മുടെ ഈ സ്ലോട്ട് എങ്കിലും ഇപ്പോൾ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. ഒത്തൊരുമിച്ചുള്ള മതി, ഇപ്പൊ അത്രയും മതി. റോമാലേഖനത്തിൽ ഈ ഭാഗത്ത് അഥവാ 11 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ്, ആമേൻ, റോം സന്ദർശിക്കുവാൻ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, താൻ കൊതിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ, റോമിലുള്ള എൻ്റെ ആമേൻ വിശ്വാസികളെ, ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന ഉത്തമ കാര്യം അവനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് ഈ 11-ാം വാക്യത്തിൽ. ആ 11-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി, മതി.
പൗലോസ് പറയുകയാണ്, ഞാൻ എന്തിനാ റോമിലേക്ക് വരുന്നത്? നിങ്ങളുടെ സ്ഥിരീകരണത്തിനായിട്ട്. അപ്പൊ ഈ പദം, സ്ഥിരീകരണം എന്ന പദം വെച്ചുകൊണ്ടാണ് CSI സഭകൾ പോലെയുള്ള മറ്റു സഭകൾ എന്ത് ചെയ്യുന്നത്? ഈ മാമോദിസ കുട്ടിക്ക് കൊടുത്തതിന് ശേഷം കുറെ കഴിഞ്ഞ് മുതിർന്നു വന്നതിന് ശേഷം അതിന് സ്ഥിരീകരണം, നിങ്ങൾ പണ്ട് സ്നാനപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ആധാരമായി അവർ പറയുന്ന വാക്ക് ഈ വാക്കാണ്, സ്ഥിരീകരണം. എന്നാൽ വാസ്തവത്തിൽ ആ സ്ഥിരീകരണം എന്ന വാക്കിന് യഥാർത്ഥ വാക്ക് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മുകളിൽ കാണാൻ കഴിയും. ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ വാക്ക് ഇങ്ങനെയാണ്. യഥാർത്ഥ ഭാഷ ഉറപ്പിക്കുവാൻ, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന, വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി, അഥവാ അടിസ്ഥാനമുള്ളവരായി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ, ഇതാണ് സ്ഥിരീകരണം എന്ന വാക്കുകൊണ്ട് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അനവധി ആളുകൾക്ക് എന്ത് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. എന്തിന് സ്നാനപ്പെട്ടു? ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒന്ന്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഇപ്പം പറയാനല്ല, നിങ്ങളുടെ ആത്മീക നിലവാരം അറിയാത്ത നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാനാ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. എന്തിന് രക്ഷിക്കപ്പെടണം? എന്തിനു വേണ്ടി നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണം? ഒന്ന്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2, നിങ്ങൾ എന്തിന് രക്ഷിക്കപ്പെടണം? പ്രൈസ് ദി ലോർഡ്. സ്നാനം എന്താ? സ്നാനപ്പെടുന്നതിന്റെ അർത്ഥം എന്താ? സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പരിശുദ്ധാത്മാവ് എന്താ? ഇതൊക്കെ അറിയോ നമുക്ക്? നമ്മുടെ ഈ റോമാലേഖന ക്ലാസ്സുകളിലൂടെ ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അടിസ്ഥാനപരമായി പഠിപ്പിച്ചു വരുന്നുണ്ട്. റോമാലേഖന പഠനത്തിൻ്റെ ആരംഭം തൊട്ട് കൃത്യമായി ഉള്ളിൽ ആഗ്രഹത്തോടെ പഠിച്ചവർക്ക് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ അതിൻ്റെ അകത്തുണ്ട്. ഈ റോമാലേഖന 5 എസ്സുകളിൽ നിന്ന് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പം ചോദിക്കുന്നില്ല, കാരണം ആഴ്ചകൾ കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒന്നാമത്തെ കാര്യം രക്ഷയാണ്, സെൽവേഷൻ, സിൻ സെൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങൾ എന്താണ്? അത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് രക്ഷയുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനെങ്കിൽ കഴിയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധൻ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചെന്ന വാക്ക്, വിശുദ്ധിയുടെ ആത്മാവിനെ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നത്തെ വർത്തമാന പേപ്പറിലുണ്ട്. മാർത്തോമ സഭയുടെ തലവനെ പുതിയ മാർത്തോമയെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അഭിഷേകമായിരുന്നു. ഇന്നലെ TV-യിലൊക്കെ ലൈവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് സ്ഥാനചിഹ്നം കൊടുത്ത്, ശുശ്രൂഷ കൊടുത്ത്, തലയും മുടി വെച്ച് കുരിശ് കൊടുത്ത് അതിൻ്റെ അംഗവസ്ത്രങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ പറയുന്നു, മാർത്തോമ പ്രൈസ് ദി ലോർഡ്, വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുമ്പോൾ 2 അച്ഛന്മാരെ അപ്പുറവും ഇപ്പുറവും എടുത്തൊരു കസേരയിലിരിക്കുന്ന മെത്രാനെ എടുത്ത് പൊന്തിക്കും. കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. നിങ്ങൾ അത്രയും വിശുദ്ധരായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കാരണം ഒന്നും പുറത്ത് ലോകത്തൊന്നും അറിയാതിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്ന് ഞാൻ കണ്ടു. ഞാൻ ലൈവ് നോക്കിയിരുന്നു. ആ പൊന്തിക്കുമ്പോൾ അവർ പറയും, ഹോസിയോസ് എന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധനാകുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആരാണ് മനുഷ്യൻ? നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് തിരുവെഴുത്ത് വെളുത്തമായി പറഞ്ഞിരിക്കെ ഹോസിയോസ് എന്ന് പദത്തിന് യോഗ്യനായി ഈ പ്രപഞ്ചത്തിൽ ഒരാളെ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ പഠിപ്പിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഉപദേശീയൻ ഇതുപോലെ ഹോസിയോസ് എന്ന് പറഞ്ഞ് പൊന്തിച്ചു. ആരാന്നറിയ ആള് പേര്? പരസ്യമായി പറയുന്നതിൽ നാണക്കേടില്ല. നീ പരിശുദ്ധനാണ്, നീ യോഗ്യനാണ് എന്ന് പറഞ്ഞ് KP യോഹന്നാനെ ആർച്ച് ബിഷപ്പാക്കി കാതോലിക്കാക്കിയിട്ട് എല്ലാവരും പൊന്തിച്ചിട്ട് അംഗവസ്ത്രം കൊടുത്ത് തലയിൽ കുരിശ് വെച്ച് എല്ലാം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹോസിയോസ് പരിശുദ്ധൻ. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. ED എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, നീ കള്ളൻ 6000 കോടിയുടെ കള്ളപ്പണ പിടിച്ചത്. നമ്മളെ നോട്ട് നിരോധിച്ച കാലഘട്ടത്തിൽ പോലും നോട്ട് എടുത്ത് കളയാൻ മറന്നു. അത്ര അധികം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം, അറിഞ്ഞില്ലേ പാവം. ഇന്ത്യയിലേക്ക് വരാൻ പറ്റാ. നിങ്ങൾ പേപ്പറൊക്കെ ഒന്ന് വായിക്കണം, നല്ലതാ.
കർത്താവ് പറഞ്ഞത് തല ഉയർത്തി നോക്കാനാ, തല താഴ്ത്തിയിട്ടിരിക്കാനല്ല, തല ഉയർത്തി നോക്കാൻ പറഞ്ഞതുണ്ട്. അതും നോക്കണം നമ്മൾ. മനസ്സിലായോ? 6000 കോടി. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആമേൻ റോമൻ കത്തോലിക്ക സഭ, അതിലേറ്റവും ശക്തമേറിയ സഭ സിറിയൻ കാത്തലിക് ചർച്ചാണ്. അവരുടെ വിഭാഗത്തിൽ സീറോ മലബാറുണ്ട്, മലങ്കര റോമൻ കത്തോലിക്കുണ്ട്. അതിൽ ഏറ്റവും സമ്പന്ന സഭ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നതിൽ സീറോ മലബാർ സഭയാണ് ഏറ്റവും സമ്പന്നമായ ഇന്ത്യയിലെ സഭ. ആ സഭയുടെ വാർഷിക ബഡ്ജറ്റ് 13 കോടി. 13 കോടി. എത്ര? എറണാകുളം ലിസി ആശുപത്രി, അതുപോലെയുള്ളതായ നിരവധി ആശുപത്രികളും സ്ഥാപനങ്ങളും ഉള്ള ഈ സഭയ്ക്ക് 13 കോടി വരവ് ചെലവ് കണക്ക്. ഇന്നലെ പൊട്ടിമുളച്ച KP യോഹന്നാനെ, പെരുമ്പാവൂര് താറാവിനെ മേച്ച് നടന്ന ആമേൻ KP യോഹന്നാനെ, താറാവ് യോഹന്നാൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ, യേശുവിനെ കണ്ടുമുട്ടി കർത്താവ് മാനിച്ചു, കൊണ്ടുപോയി വേദം നേടി. ഈ വർഷത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന കണക്ക് കൂടാത്ത കണക്കില്ലാത്ത 6000 കോടി ഗവൺമെന്റ് പിടിച്ചു കഴിഞ്ഞു. കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാജിവെച്ച കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാവിന് 1.25 കോടി ക്യാൻസർ ചികിത്സയ്ക്ക് സംഭാവന ചെയ്തവനായി മനുഷ്യൻ. മനസ്സിലായോ? പാവങ്ങൾ, പട്ടിണി കിടന്ന് വിശ്വാസികൾ ദരിദ്രരായും എല്ലാം കെടുക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് 1.5 കോടി ചികിത്സയ്ക്ക് ഇനിയും കൊടുക്കുന്നവർ തന്നെയാണ്. കണ്ടോ അധംപതനം? വചനത്തിൽ ഉറച്ചു നിൽക്കുക. നീയാണ് ഏക പരിശുദ്ധൻ. ദൈവമല്ലാതെ ഒരു പരിശുദ്ധനെ ലോകത്തിൽ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. വ്യക്തമായിട്ട് അത് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇനി പോകുന്നില്ല. ഇന്ന് പകൽ മനസ്സിലാക്കുക, സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം ഈ സ്റ്റേജ് തയ്യാറാക്കാൻ ഒരു യുവാവ് ഇവിടെ വന്നു. പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് കയറുന്ന ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ അവനോട് ചോദിച്ചു, ആമേ മോനെ, നീ എന്തിനാ ഓർത്തഡോക്സുകാരനായത്? അപ്പൊ പറഞ്ഞത്, ഞാൻ അവിടെയല്ലേ ജനിച്ചേ. അതെ. പ്രൈസ് ദി ലോർഡ്. നീ എപ്പോഴെങ്കിലും മാറി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചു, നിന്റെ വിശ്വാസം ആര് അംഗീകരിക്കണം, ആരാ സ്വീകരിക്കാൻ തീരുമാനിക്കേണ്ടത്? അത് ഞാനാ. പക്ഷെ നീ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. അവൻ പറയും, ഇതുവരെ എന്നോട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ലെന്ന്. ചോദ്യങ്ങളാണ് ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നത്. ചോദ്യങ്ങളാണ് ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ റോമിൽ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മുഖ്യമായ ലക്ഷ്യം നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥൈര്യമുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പ് വേണം. നല്ല ഉറപ്പില്ലാത്തവനാണ് ഇളകുന്നത്, ശ്രദ്ധിക്കാതിരിക്കുന്നവനാണ് ഇളകിപ്പോകുന്നത്. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് എഴുതാനൊക്കെ പറയുന്നത്. ഇതൊന്നും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ കാണില്ല. ഇത് ആത്മാവിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് എഴുതിയെടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ തന്നെ പലപ്പോഴും എഴുതി നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം വന്ന് ഞാൻ നോട്ട് ആദ്യം പോയിട്ട് എഴുതും. കാരണം ദൈവാത്മാവിൻ്റെ പ്രകാശനം കിട്ടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് എനിക്കും പഠിക്കാൻ ആവശ്യമായ രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, ആ വാക്ക് സ്ഥിരീകരണം എന്ന വാക്കിന് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് വാക്ക്. ഇംഗ്ലീഷിൽ അങ്ങ് വിട്ടേക്ക്. അതിൻ്റെ മലയാള അർത്ഥം ഇതാണ്: ഉറപ്പുള്ളവരാക്കുക. നിങ്ങളെ ഉറപ്പുള്ളവരാക്കുക, സ്ഥൈര്യമുള്ളവരാക്കുക എന്നുള്ളതാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗലോസ് റോമിൽ സന്ദർശിക്കുന്ന ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? അവിടെയുള്ളവർ എന്ത് ചെയ്യണം? സ്ഥൈര്യമുള്ളവർ, ഉറപ്പുള്ളവരായിരിക്കണം. ഇനി സ്ഥിരീകരണത്തിൻ്റെ അപാകത ഞാൻ പറയാം. ഈ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ മാമോദിസ മുക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതാണെങ്കിൽ ഒരിക്കലൂടെ പറയാം, സ്നാനപ്പെടാത്ത കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല, നരകത്തിലേക്ക് പോകുമെന്നുള്ള ചിന്തയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ തൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ, വിശ്വാസത്തിൽ കൈയടക്കുവാൻ വേറൊരാൾക്ക് സാധ്യമല്ല. എന്നാൽ വചനം കൃത്യതയോടെ ആർക്ക് സ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നാനപ്പെടുന്ന വ്യക്തിക്കുണ്ടാകരിക്കേണ്ട ബേസിക് അത് എന്താണ് ഏതെന്ന് അതല്ല പറഞ്ഞു. ബേസിക്കായി ചില കാര്യങ്ങളുണ്ട്. അത് വായിച്ചിട്ട് വേഗം പോകാം. അതായിരുന്നു എന്നല്ലേ സംശയം ചോദിച്ചവർക്ക് ആവശ്യം. അത് മത്തായിയുടെ സുവിശേഷം 3:16 വായിച്ച്, ആദ്യം അപ്പോസ്തല പ്രവൃത്തി 2:38 വായിച്ച് അവിടുന്ന് തുടങ്ങാം. അപ്പോസ്തല പ്രവൃത്തി 2:38.
വേഗം വേഗം ഒന്ന് വായിച്ചേ. നിങ്ങൾ റോമാലേഖനം എടുത്തു വെച്ചിരുന്നെങ്കിൽ അതിന്റെ ഇപ്പുറത്തല്ലേ, തൊട്ട് മുമ്പിലത്തെ അല്ലേ 10 അപ്പോസ്തലരെ പ്രവൃത്തി. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടി വന്ന ആളുകളോട് പൗലോസ് പ്രസംഗിച്ച കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിന് സ്നാനമേൽക്കണം. അപ്പൊ സ്നാനമേൽക്കുന്നവൻ പ്രാഥമികമായ കാര്യം എന്തായിരിക്കണം ചെയ്യുന്നത്? മാനസാന്തരപ്പെടണം. നമ്മളെ സ്നാനം മുങ്ങികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന യാക്കോബ ഓർത്തഡോക്സ് സുറിയാനി സഭകളിലും അംഗീകരിച്ച ഹൂദായ കാനോനിൽ അവരുടെ സഭാ പ്രമാണ രേഖയിൽ പറയുന്നു, അവൻ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി 3 വർഷം വചനം പഠിക്കണം, വേദം പഠിക്കണം എന്നാണ്. എത്ര വർഷം? 3 കൊല്ലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നിട്ട് മാമോദിസ കൊടുക്കാവൂ എന്ന് അവരുടെ സഭാചട്ടം പ്രമാണിക്കുമ്പോൾ ആണ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒന്നും അറിയാത്ത മലത്തിൽ കിടക്കുന്ന അമ്മിഞ്ഞപ്പാല് മാത്രം നുണയാൻ അറിയുന്ന, വിശക്കുമ്പോൾ അമ്മിഞ്ഞപ്പാല് ചോദിക്കാൻ മാത്രം കരയുന്ന കുഞ്ഞിനെ മാമോദിസ മുക്കുന്നത്. മാനസാന്തരപ്പെടാത്തവനെ സ്നാനപ്പെടുത്തുവാൻ പ്രമാണമില്ല. അപ്പോൾ ആ സഹോദരനോട് ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങളുടെ സഭയിൽ എത്ര വയസ്സില്ല സ്നാനപ്പെടുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വയസ്സുണ്ട്, മാനസാന്തരപ്പെടണം. അത് 5 വയസ്സായാലും സ്നാനപ്പെടുത്തും. അവന് ബോധ്യമുണ്ടെന്ന്, താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരുത്തിന് ബോധ്യമുണ്ടെങ്കിൽ അവനത് ചെയ്യണമെന്ന് അവൻ ഞങ്ങൾക്ക് സ്നാനം കൊടുക്കും. ചിലപ്പോൾ 60 വയസ്സായാലും കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ ആ യുവാവിന് പുതിയ അറിവുകളായിരുന്നു. അപ്പൊ അവൻ വിചാരിച്ചത് മുതിർന്ന് വലുതായി കൊടുക്കുന്ന സ്നാനാന്നാ. അവർ കുട്ടിയിലെ കൊടുക്കുന്നു. നമ്മൾ അല്ല ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട കർത്താവ് വിശ്വസിക്കുന്നവന് മാത്രമേ സ്നാനപ്പെടുത്താവൂ. ഇനി മത്തായി നേരത്തെ വായിച്ച ഇതിലേക്ക് വരാം, 3:16. വേഗം വായിക്കണം, സമയങ്ങൾ അതിവേഗം കടന്നു പോകുന്നു. ഞാൻ അതെല്ലാം ഒന്നും കൂടെ കവർ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. യേശു സ്നാനമേറ്റ ഉടനെ നോക്ക മതി, ആ വാക്കേ വേണ്ടു. യേശു സ്നാനമേറ്റ ഉടനെ എന്ത് ചെയ്തു? വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ടവൻ വെള്ളത്തിൽ നിന്ന് കയറണം. പ്രൈസ് ദി ലോർഡ്. മാമോദിസ. അപ്പോൾ എന്നോട് പറഞ്ഞ യുവാവ് ചോദിച്ചു, ഞങ്ങൾ മാമോദിസ കൊടുക്കുന്നു, നിങ്ങൾ സ്നാനം കൊടുക്കുന്നു, ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഞാൻ ചോദിച്ചു, മാമോദിസ എന്ന് പറഞ്ഞാൽ എന്താണ് മോനർത്ഥം? അതെനിക്കറിയില്ല. മാമോദിസ എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിയാ, വെള്ളത്തിൽ മുങ്ങണം. ആരെങ്കിലും വന്ന് തെളിച്ചു പോയാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ആമേൻ. മധുബായിയുടെ മുമ്പിൽ അവരുടെ ആമേൻ സമുദായ സഭകൾക്ക് മധുബായ ഭയങ്കര പരിശുദ്ധ വസ്തുവാണ്. അതിൽ ത്രോണോസുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും പ്രസിദ്ധീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ പറയുന്നു, ആ മധുബായിയുടെ മുമ്പിൽ ഞാൻ നിന്നെ മാമോദിസ തളിക്കുന്നു എന്ന് ഇന്ന് വരെ ഒരു പുരോഹിതൻ പറഞ്ഞിട്ടില്ല. മാമോദിസ വെള്ളം തെളിക്കുമ്പോഴും പറയുന്നത്, ഞാൻ നിന്നെ മാമോദിസ മുക്കുണൂന്ന. ഏത് തെളിച്ചിട്ട്? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യമില്ലാത്ത ഒന്ന് ചെയ്തിട്ട് അതിനെ ഉറപ്പിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ടോ? റോമാലേഖനം 6 പറയുന്നു, ക്രിസ്തു യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി, ക്രൂശി മരണത്തിൽ പങ്കാളികളായി. ഓക്കെ. 2, ആമേൻ. എന്തിനാണ് വെള്ളത്തിൽ മുക്കിയത്? ആമേൻ. അടക്കത്തിൻ്റെ പ്രതീകമായി അത് അടക്കി യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റൻ്റെ പ്രതീകമായി വെള്ളത്തിൽ നിന്ന് അവൻ കയറി വരുന്നു. പുനരുദ്ധാനത്തിൻ്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഈ കാര്യങ്ങൾ പ്രതിനിധീകരിക്കാത്തത് ഒന്ന്, യേശുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ പ്രതിനിധീകരിക്കുന്നില്ല. നാം സ്ഥിരീകരണം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പണ്ടത്തെ ബാലവിവാഹം കഴിഞ്ഞ മോനെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവർ അംഗീകരിക്കും. ഇപ്പോഴത്തെ തലമുറ പിള്ളേർ പറയോ, ആമേൻ, ആരാ കഴിച്ച്? മോൻ കല്യാണം കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ആമേൻ, മോനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു, ഒന്നും നിങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോകണമെന്ന് പറയും ഇപ്പോഴത്തെ പിള്ളേര്. അവരംഗീകരിക്കോ? ഇല്ല, അംഗീകരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? അങ്ങനെ സ്ഥിരീകരണം എന്ന വാക്കിനെ പകരം വെക്കുന്നതല്ല ഇത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പഠിപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 20-12 അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് ആബാലവൃദ്ധം.
അന്ന് പറയും ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെ ഉള്ളവരാണ് വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ ശിശുക്കളില്ല. പിന്നെ ശിശുക്കൾ എവിടെ പോയി? കർത്താവ് യേശു പഠിപ്പിച്ചു, തിരുവായി മൊഴിഞ്ഞുകൊണ്ട് യേശു പഠിപ്പിച്ചു, ശിശുക്കൾ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ, സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവർക്കുള്ളതാണ്. അപ്പൊ ശിശുവായി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ശിശുവിനെ കുറിച്ച് നിങ്ങൾ ചഞ്ചലിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന്റെ സ്വന്തം വകയാണ്. ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടി ജനിച്ചു വളർന്ന് സ്നാനപ്പെട്ടില്ലാത്തതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവനെ ദൈവം അങ്ങനെ നിർമ്മിച്ചു. അവന് കൊടുത്ത ബുദ്ധിയിൽ അവനോട് ദൈവം ഇടപെട്ടോളും. അങ്ങനെ ദൈവമക്കൾ വളരെ ആഴത്തിൽ ദൈവജനം പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ വേഗം പോവുകയാണ്. സ്ഥിരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ യേശു ചെയ്തു. ഒരു കാര്യം കൂടെ പറയാം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 8:36 മുതൽ ഒന്ന് വായിച്ച്, അപ്പോസ്തലന്മാർ കൂടി ചെയ്തതും കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാം, നിങ്ങളുടെ വചന തെളിവിന് വേണ്ടി. ഫിലിപ്പോസും ഷണ്ണനും കൂടി തേടി പോകുന്ന കാര്യമാണ്. സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഫിലിപ്പോസ് ഷണ്ണനോട്, വേദപുസ്തകത്തെ ആധാരമാക്കി. അപ്പോൾ അവരിങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഓക്കെ, വായിച്ചോളൂ, വേഗം വായിച്ചു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് അംഗീകരിക്കാത്ത ഒരുത്തനെയും ഏറ്റുപറയാത്ത ഒരു നാവിനെയും സ്നാനപ്പെടുത്തുവാൻ പ്രമാണമില്ല. കേട്ടോ, സമയങ്ങളില്ല, വേഗം പോട്ടെ. ഇരുവരും, സ്നാപകനും സ്നാനാർത്ഥിയും ഇരുവരും എവിടെ ഇറങ്ങി? വെള്ളത്തിൽ ഇറങ്ങി. ഇനി അവർ വെള്ളത്തിൽ നിന്ന് കയറി, വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി. സ്നാപകനും സ്നാനാർത്ഥിയും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി, ഒരുമിച്ച് പ്രൈസ് ഹല്ലേലൂയ വെള്ളത്തിൽ നിന്ന് സ്നാനം കഴിഞ്ഞ് കയറി വരുന്നതാണ് സ്നാന ശുശ്രൂഷ. തെളിക്കുന്നതല്ല. ആ തെളിക്കുമ്പോൾ ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കാത്തത് കൊണ്ട് പിന്നെ എന്തിനു വേണ്ടി ആ സ്ഥിരീകരണം കൊടുക്കുന്നത്? ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആമേ കൊടുക്കുന്നത് തെറ്റ് വചനവിരുദ്ധമല്ലേ? മനസ്സിലായോ? സ്ഥിരീകരണത്തിനും. ഇനി വേഗം ഞാൻ പോകുകയാണ്. 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ച മോളെ. ആത്മീകവരം പോലും നൽകേണ്ടതിന് പൗലോസിന്റെ 1-ാമത്തെ റോമിൽ ദൗത്യം വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും ആത്മീകവരം നൽകേണ്ടത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് പറഞ്ഞുകൊണ്ട് ഇന്ന് അനവധി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ശുശ്രൂഷ ആവശ്യമായ കൃപാവരം ആവശ്യമുള്ളവർ വരാൻ പറയുന്നു. ബോധമില്ലാത്ത ജനം പോയി മുട്ടൂത്തി നിൽക്കുന്നു. യുവമാര് തല കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീകവരത്തിന് വേണ്ടി. കൊരിന്ത്യർ ലേഖനം 12:8 മുതൽ വായിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. താൻ ഇച്ഛിക്കുമ്പോൾ, അഥവാ കൃപാവരങ്ങളെ കുറിച്ച് 9 ആത്മവരങ്ങളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് അന്യഭാഷ, വ്യാഖ്യാനം, വിശ്വാസം, ജ്ഞാനം, പരിജ്ഞാനം, ആത്മാക്കളുടെ വിവേചനം, ഇത്യാദി 9 കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, ഇത് താൻ ഇച്ഛിക്കുമ്പോൾ, ആത്മാവിച്ഛിക്കും പോലെ താൻ ഓരോരുത്തർക്കും പകർത്തു കൊടുക്കുകയാണ്. ഈ ശുശ്രൂഷ ഭൂമിയിൽ ഒരു മനുഷ്യനെ ദൈവം തന്നിട്ടില്ല. ഒരു മനുഷ്യന്റെ കാര്യങ്ങളിൽ അത് ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് ആ ശുശ്രൂഷകൾ വെളിപ്പെടുത്തുവാൻ ചിലപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരിക്കാം. ടോണി സോഗൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ദൈവം തന്റെ ശുശ്രൂഷ തനിക്ക് പകുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ആത്മവരങ്ങൾ പകുത്ത് തന്നിട്ടുണ്ട്. അതിനെ ഒരു പക്ഷെ ദൈവത്തിന്റെ ആത്മശക്തിയാൽ വെളിപ്പെടുത്താൻ ഒരു ദൈവദാസന് കഴിയും, കൊടുക്കാൻ കഴിയുകയില്ല. വ്യത്യാസം മനസ്സിലായോ? ആത്മീക ശുശ്രൂഷകൾ വെളിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നിന്നിലുള്ള കൃപാവരം. അപ്പൊ നിന്നിൽ ഈ കൃപാവരം നിറച്ചതാരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരാത്മാവരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പ്രമാണമില്ല. നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയപ്പോൾ ഈ ആയുസ് കൊണ്ട് എന്തെല്ലാം ചെയ്ത് നിങ്ങൾ തീർക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചുവോ അതിനുള്ള കൃപാവരം നിങ്ങളുടെ മേൽ പകർന്നു. അത് ജ്വലിക്കാനാ പ്രാർത്ഥിക്കണ്ടേ. അത് പ്രയോജനപ്പെട്ട് സഭയ്ക്ക് പൊതു പ്രയോജനത്തിനായി മാറുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്ന അർത്ഥം എന്താണ്? പൗലോസിൽ ദൈവം നിക്ഷേപിച്ച കൃപാവരങ്ങൾ, തന്നിൽ ദൈവം കൊടുത്തുള്ള ആത്മവരങ്ങൾ,
ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ആത്മവരങ്ങളെ എടുത്തുപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഉറപ്പിക്കാനാ. നേരത്തെ വച്ചല്ലോ, നിങ്ങളെ സ്ഥിരീകരിക്കാൻ. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ ദാസൻ ആത്മീയ മർമ്മങ്ങൾ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവിലെ നിയന്ത്രിക്കപ്പെട്ട് സഭയിൽ വ്യക്തി ജീവിതങ്ങളിൽ ഇടപെടുമ്പോൾ അവർ ക്രിസ്തുയേശുവിൽ ഒന്നും കൂടെ ഉറയ്ക്കുവാൻ ഇടയെത്തീരും. അതിനാണ് ആ വ്യക്തിയിലുള്ള, ആ ശുശ്രൂഷകനിലുള്ള ആത്മവരങ്ങളെ സഭയ്ക്ക് കൊടുക്കുകയാണ്. അല്ലാതെ വരങ്ങളെ ഞാൻ അഭിഷേകം ചെയ്ത് തരികയല്ല. അതിനധികാരി ലോകത്തിൽ ആർക്കുമില്ല എന്ന കാര്യങ്ങൾ പ്രൈസുള്ളൂ. അപ്പോൾ തന്നിലുള്ള കൃപാവരത്തെ ഉപയോഗിച്ച് റോമിലുള്ള സഭയെ ഉറപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. ഞാൻ വേഗം പോവുകയാണ്. 12-ാം വാക്യം വായിച്ച് തൻ്റെ പൗലോസിന്റെ രണ്ടാമത്തെ റോം സന്ദർശന ഉദ്ദേശം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആശ്വാസം വേണം. ഞാൻ റോം സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ സന്ദർശിച്ചിരിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ റോം സന്ദർശിക്കുമ്പോൾ റോമിലുള്ളവർക്ക് എന്ത് ചെയ്യണം? ആശ്വാസം കിട്ടണം. ഒപ്പം നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കുന്ന എനിക്കും കിട്ടണം ആശ്വാസം. മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? പൗലോസിനെ അവിടെ ചെന്ന് റോമിലേക്ക് ചെല്ലുമ്പോൾ റോമിൽ പൗലോസിന്റെ ശുശ്രൂഷയാൽ എന്ത് ചെയ്യണം? റോമിലുള്ള സഭയ്ക്ക് ആശ്വാസം കിട്ടണം. ആ ആശ്വാസം കിട്ടുമ്പോൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിങ്ങളെ ശുശ്രൂഷിച്ചതിനാൽ എനിക്കും കിട്ടണം ആശ്വാസം. നിങ്ങളുടെ സഹോദരകാഴ്ച സംശയമല്ല വേണ്ടത്. ശുശ്രൂഷകളിലുള്ളൊരു സന്തോഷമുണ്ട്. ഇത് പരസ്പര പൂരിതങ്ങളാണ്. ഞാനിവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ആഴത്തിൽ തിരിച്ചറിയുകയും അതിനൊത്തോടെ നിങ്ങൾ പ്രതികരിക്കുകയും നിങ്ങളതിനോട് ചേർന്ന് വരുമ്പോൾ ആ വചനം, കേട്ട വചനം നിങ്ങളുടെ അകത്ത് അനുഗ്രഹമായി മാറും. ഒപ്പം തന്നെ ശുശ്രൂഷിക്കുന്ന എനിക്കും ഇത് അനുഗ്രഹമായി മാറും. അപ്പോൾ പൗലോസ് പറഞ്ഞു, നമുക്ക് രണ്ടു കൂട്ടർക്ക് എന്ത് ചെയ്യണം? അനുഗ്രഹം. അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം കൊടുക്കുന്നതല്ല ഇത്. ഒരു കൂട്ടര് മാത്രം സന്തോഷം പ്രാപിക്കുന്നവരല്ല. നിങ്ങളും അഥവാ സഭയും ശുശ്രൂഷകനും ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കണം, ആശ്വാസം പ്രാപിക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന രണ്ടാമത്തെ ഉദ്ദേശം നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാകണം, നിങ്ങളിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് എനിക്കും ഉണ്ടാകണം. മൂന്നാമത്തേത് വേഗം വായിക്കാം. അതിൻ്റെ അടുത്ത വായിച്ച് നിങ്ങളുടെ അടുക്കൽ ഞാൻ വരുവാൻ ഉദ്ദേശിക്കണം. ഞാൻ പണ്ട് പ്രസംഗിച്ചപ്പോഴേ ഫിലിപ്പയിലും എഫെസോസിലും കൊരിന്തിലൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അവിടെ ചില ബലങ്ങളുണ്ടായി, സഭകളുണ്ടായി. അവിടെ ധനേവർ ഈ ആളുകൾ എന്ത് ചെയ്തു? ദൈവത്തെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതുപോലെ ആ ജാതികളുടെ ഇടയിൽ ദൈവം എന്നെ ഉപയോഗിച്ചിട്ട് അനവധി ആളുകൾക്ക് യേശു കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ റോമിലേക്ക് വന്ന് അവിടെ എനിക്ക് ചിലരെ നേടണം. മനസ്സിലായി? മൂന്നാമത്തെ ഉദ്ദേശം ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വാഞ്ച നമ്മുടെ അകത്തുണ്ടോ? യോഗത്തിന് വരിക പോകുക എന്നല്ലാതെ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ആയുസ്സ് തീരുന്നതിന് മുമ്പേ ചിലരെങ്കിലും കർത്താവിലേക്കൊന്ന് നയിക്കാൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിലേക്കൊന്ന് ആദായപ്പെടുത്താൻ എനിക്ക് കഴിയണമെന്നുള്ള വാഞ്ചയോടുകൂടെ ഈ വിശ്വാസ ജീവിതം നയിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പൗലോസ് എൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോഴും കണ്ണുനീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയുന്ന, വായിക്കാൻ കഴിയാത്തൊരു വചനമുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവിന്റെ ദാസനാകുന്ന പൗലോസ് പറയുകയാണ്, ഈ കൈകളിലെ ചങ്ങല ഒഴികെ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം അറിയിച്ചപ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ പൗലോസിനെ ലോകം ചങ്ങലയിട്ടു. ആ ചങ്ങലയെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ചങ്ങലയൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെ തന്നെ ആയിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലുണ്ടോ ദൈവമക്കളെ? സുവിശേഷത്തിന്റെ ആത്മാവ് എത്ര പേരിലുണ്ട്? സുവിശേഷത്തിന്റെ ആത്മാവ് എത്ര പേരിലുണ്ട്? നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊരു മനുഷ്യൻ ആത്മഹത്യ, ഒരു സഹോദരനോ യുവാവോ യുവതിയോ ആത്മഹത്യ ചെയ്താൽ, അയ്യോ അവര് തൂങ്ങി മരിച്ചു, വിഷം കുടിച്ച് മരിച്ചു. അതിനപ്പുറത്തേക്ക്, കർത്താവേ, ഞാൻ സുവിശേഷം പറഞ്ഞില്ലല്ലോ, ഞാൻ അവനോട് യേശുവിനെ കുറിച്ച് പങ്കുവച്ചില്ലല്ലോ, അവൻ നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ
അവൻ്റെ രക്തം നീ എന്നോട് ചോദിക്കുന്ന ദിവസമുണ്ടെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നപ്പാ. അതുകൊണ്ട് അവരോട് യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ സാക്ഷിപ്പാൻ, ഇനിയൊരു അബദ്ധം വരാതിരിക്കാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉള്ളത്തി തുറന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ജനുവരി മുതൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓൽപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതും നിങ്ങളുടെ സമീപത്തുള്ളതായ 25 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എഴുതി തന്ന ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് സുവിശേഷത്തിന് അനുകൂലമോ നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവരുടെ വീടിൻ്റെ പടിക്കലൂടെ ഒന്ന് കടന്നു പോയിട്ട്, കർത്താവേ നിന്റെ വചനം ഈ വീട്ടിലേക്കൊന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചവരെത്ര പേരുണ്ട്? നിന്റെ വീടിൻ്റെ അകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാനല്ല. പ്രയർ, ആമേൻ, ഇസ് എ ആക്ഷൻ. ഒരു പ്രവർത്തനം അതിൻ്റെ പുറകിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവമക്കളെ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? മറ്റൊരുത്തർ സുവിശേഷം കേൾക്കണമെന്ന് കൊതി വന്നിട്ടുണ്ടോ ദൈവമക്കളെ? ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു, ദൈവം നിങ്ങൾക്ക് വീട്, കാറ്, സകല നന്മയും തന്നു. സ്വർഗത്തിൽ പോയാൽ ഇത് നിങ്ങൾക്ക് കണക്ക് കൂട്ടുമോ? പ്രതിഫലം വിഭാജിക്കുന്ന പ്രതിഫലം ആരാണ്? നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വേല ചെയ്താൽ, പ്രവർത്തിച്ചാൽ, അധ്വാനിച്ചാൽ അതിനല്ലേ പ്രതിഫലം തരുന്നത്. നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ പ്രതിഫലമായി തീരും? ഇത് ദാനങ്ങളല്ലേ? ദാനങ്ങളിൽ അർമാദിക്കല്ലേ? ഇതാണ് ദൈവകൃപയെന്ന് ചിന്തിക്കല്ലേ? നീ യേശുവിനെ സാക്ഷിച്ചിട്ട് ചില ജീവിതങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത്, ആമേൻ, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ അധ്വാനത്തിനാണ് പ്രതിഫലം. അവിടെ ഇവിടെ കിട്ടിയ കാര്യങ്ങൾക്കല്ല. ഇത് അനവധി ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, യേശുവിനെ ഈ കാൽവരി കുരിശുമേൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ലോകം മുഴുവനും അറിഞ്ഞു പുതിയ പ്രസിഡന്റ് ബൈഡൻ ആണെന്ന്. മറ്റാൾ സംബന്ധിച്ചില്ലല്ലോ. ലോകം അംഗീകരിച്ച് ഇന്ത്യ പോലെ അഭിനന്ദനം അറിയിച്ചു കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളും അഭിനന്ദിച്ചു ബൈഡനെ. മറ്റാളെ പേരെന്താണ്ട് മോനെ? ട്രംപ് സംഭവിച്ചിട്ടില്ല. അതും നമ്മൾ അറിഞ്ഞു. ലോകത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാമോ, 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാൽവരി കുരിശിന്റെ മീതെ 3 ആളുകളിൽ സകലത്തെ ചമച്ചവനും വാക്കാൽ ഒരു വാക്കനുമായ ദൈവപുത്രൻ തലയായ്പാനിടമില്ലാതെ സ്വന്തം ചുവലിൽ തലചായ്ച്ചുകൊണ്ട് കാൽവരി കുരിശുമേൽ മരിച്ചു. എന്തിനു വേണ്ടി? ആമേ, ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പാപത്തെ വിടുതൽ കൊടുക്കുവാൻ വേണ്ടി പ്രാമേൻ മരിച്ച യേശു മരിച്ചത് ഇന്നും ലോകം അറിഞ്ഞിട്ടില്ല. കേട്ടോ, മരിച്ചത് ഇന്നും ലോകം അറിഞ്ഞിട്ടില്ല. നമുക്ക് ദൈവകൃപയിൽ പല ഭാഷകളിലുള്ള ആരാധന ദൈവം തന്നിട്ടുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളിവിടെ ആരാധിക്കും, മലയാളത്തിൽ ആരാധിക്കുമ്പോൾ, ആമേ, മഹാരാഷ്ട്രയിലെ ചില സഭകളിൽ അവർ മറാഠിയിൽ ആരാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഛത്തീസ്ഗഡിലുള്ള ഒരുവിധം സഭകൾ ഹിന്ദിയിൽ ആരാധിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ തന്നെയുള്ള 1-2 സഭകൾ കാത്തി എന്ന ഭാഷ ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് പുതിയ നിയമേ ആയിട്ടുള്ളൂ, ഇപ്പോഴും പുതിയ നിയമേ ആയിട്ടുള്ളൂ. അവർ ആ ഭാഷയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ, ബീഹാറിലാണെങ്കിൽ അവർ ഭോജ്പുരിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഹിന്ദിയിലേക്കാവുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് പല ഭാഷകളിൽ ആരാധിക്കാനായിട്ട് ദൈവം സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പാട്ടുണ്ട്, കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വിരുന്നുശാല തന്നിൽ നിറയുന്ന കാഴ്ച ഇതൊരാനന്ദം ലേ. കാട്ടുപ്രാക്കൾ സംഘമെല്ലാം. ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ മരിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ ശനിയാഴ്ച രാത്രി 15-ാം തീയതി, 14-ാം തീയതി, 14-ാം തീയതി രാത്രി വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ, ഞാൻ അറിഞ്ഞു ചെയ്ത തെറ്റുകൾ, അകൃത്യങ്ങൾ, ഹല്ലേലൂയ, ചെയ്യാൻ കഴിയാത്ത ചെയ്ത തിന്മകൾ, ആഗ്രഹിക്കാത്ത തിന്മകളൊക്കെ സംഭവിച്ചു.
അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഈ 15 എനിക്ക് ദൈവം തന്നത്? നിങ്ങൾക്ക് എന്തിനാ ഈ ഇന്ന് കിട്ടിയ ദിവസം ആയുസ്വാരോഗ്യം? തെറ്റ ദൈവമക്കളെ, അങ്ങനെയൊന്നും പറയല്ലേ. ആരാധിക്കാനൊന്നും അല്ല. എന്തിനാ? ഒന്ന് ഓർത്തേ, എന്തിനാ ഈ 15-ാം തീയതി ദൈവം നിങ്ങൾക്ക് തന്നേ? ഇന്നലെ രാത്രി വരെ സംഭവിച്ച ജീവിതത്തിലെ തപ്പിതങ്ങൾ, വീഴ്ചകൾ, തോൽവികൾ തിരുത്താൻ ഒരാഴ്ച ദൈവം കരുണ ദീർഘക്ഷമയ തന്നതാ. കേട്ടോ, ദീർഘക്ഷമയ ദൈവം തന്നത് എന്തിനാണ്? തിരുത്താൻ, കറക്ഷൻ നടത്താൻ. അങ്ങനെയുള്ളവർ ദൈവത്തെ ആരാധിക്കും. അങ്ങനെയുള്ളവർ ദൈവത്തെ ആരാധിക്കും. കാരണം നമ്മുടെ അകത്ത് നന്ദി നിറഞ്ഞ് പിന്നെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? മുനീശ്വരി പറഞ്ഞത് തെറ്റൊന്നും അല്ല, പക്ഷെ അതിന് മുമ്പെയുള്ള കാര്യം തിരിച്ചറിവാൻ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? ആരാധിക്കണം. ഇപ്പൊ ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം എനിക്ക് വേഗം ഇതിനകത്ത് തന്നെ നിർത്തിയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഞാൻ ഒരല്പം സ്പീഡിലായതുകൊണ്ട് ഒരാൾ എന്നെ അറിയിച്ചു, പക്ഷേ വളരെ സ്പീഡിലാണ്, ഒന്നും മനസ്സിലായില്ല കേട്ടാന്ന്. അവൻ അതുകൊണ്ടാണ് ഇന്ന് ഒന്നും കൂടെ നിങ്ങൾക്കും നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ദൈവമക്കൾക്ക് മനസ്സിലായോ? ഇന്ന് ദൈവം നമുക്ക് തന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ സകല വീഴ്ചകളിൽ നിന്നും ജയം പ്രാപിച്ച് നാൾത്തോറും ജയം തരുന്ന യേശുക്രിസ്തുവിന്റെ കൃപയിൽ ചാരി ജയകരമായൊരു ജീവിതം ഇന്ന് രാത്രി കിടക്കയിൽ കിടക്കുന്നതിന് മുമ്പേ ദൈവത്തോട് എനിക്കൊരു സ്തോത്രം പറയാനായിട്ടുണ്ട്. എന്താണ്? കർത്താവേ, ഇന്ന് പകൽ, ഇന്ന് ഇത് എന്റെ മുഴു ജീവിതത്തിൽ അങ്ങയുടെ വചനപ്രകാരം അങ്ങയുടെ കൃപയിൽ ചാരി ജയിക്കാൻ എന്നെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എന്നും ആവലാതി പറഞ്ഞ് തോറ്റു കർത്താവേ നാളെ എഴുന്നേക്കാന്ന് പറയല്ല. ആശ്ചര്യ ഉപദേശം എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അതിന്റെ കോണ്ടക്സ്റ്റ് ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് ആശേരി വീണു, പക്ഷെ ആശേരി എഴുന്നേറ്റു. ആശേരി വീണു, പക്ഷെ ആശേരി എഴുന്നേറ്റു. പക്ഷെ ഇന്ന് പലരും എഴുന്നേറ്റിട്ടില്ല, ആ ചെളിയിൽ കിടന്ന് പൊതഞ്ഞിട്ട് ന്യായീകരിക്കുകയെന്ന്. കാര്യങ്ങൾ മനസ്സിലായോ? നമുക്ക് തെറ്റുവരാം, നമ്മൾ ജഡത്തിൽ ജീവിക്കുകയല്ലേ. പക്ഷേ ഒരു കുട്ടിയെ പോലെ സോറി എന്ന് പറയുവാൻ കഴിയുമോ നമുക്ക്? ക്ഷമിക്കണം കർത്താവേ എന്ന് പറയുവാൻ കഴിയുമോ നമുക്ക്? അത് ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഇന്ന് പകൽ ദൈവം എനിക്ക് ദാനം ചെയ്ത പകലല്ലേ ഇത്? തിരുത്തി ജീവിക്കുക. ആരും കണ്ടില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് മനുഷ്യനെ പിശാച് തന്നൊരു സൂത്രവിദ്യയുണ്ട്, വലിയ കബളിപ്പിക്കലുണ്ട്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക, നിങ്ങൾ ആരും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെയുണ്ട്, ചിലരൊന്നും ഇവിടെ ഇല്ല, അവരുടെ കസേരയിലെ ആളുണ്ട്, പക്ഷെ അവരിവിടെ ഇല്ല. അതും എനിക്ക് കാണാം. ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ ഇവിടെ ആരുമില്ല. ഞാനൊരു തെറ്റ് ചെയ്യുക, എൻ്റെ ഉള്ളിൽ എനിക്കറിയാം തെറ്റാന്ന്. ഞാൻ എന്താ ചെയ്യപ്പോൾ? ഞാൻ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾ പാസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാന്ന് തോന്നുക? നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് ഉത്തരവുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു തെറ്റ് ചെയ്യുക, തെറ്റാന്ന് അറിഞ്ഞ് ചെയ്യാണ്. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ആരും ഒരു തെറ്റ് ചെയ്യില്ല. പണ്ടൊരാൾ പറഞ്ഞേ ഞാൻ ഇന്ന് ഒരേ ഒരുത്തിനോട് ആമേൻ ക്ഷമ ചോദിക്കേണ്ടി വന്നില്ല. കാരണം തെറ്റ് ബോധ്യപ്പെട്ടാലേ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ നല്ല വിശുദ്ധരായതുകൊണ്ട് സ്തോത്രം. ഞാൻ ഇത്തിരി സൂത്രം തന്ത്രമൊക്കെയുള്ള ആളാണ്. അപ്പോൾ ഞാൻ കാണിച്ച കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ തെറ്റ് ചെയ്യാൻ നിങ്ങൾ ആരും ഇവിടെ ഇല്ല. ഞാൻ തെറ്റ് ചെയ്യാൻ നോക്കണ സമയത്ത് ആദ്യം നോക്കും അങ്ങോട്ട്, ഇല്ലേ, ആരെങ്കിലും വരുന്നുണ്ടെന്ന് അവിടെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഇങ്ങോട്ട് കയറിക്കും, ഇപ്പുറത്ത് വല്ലവരുണ്ടെന്ന് നോക്കും, ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് നോക്കും, ആരെങ്കിലും ഉണ്ടോന്ന്. അത് കഴിഞ്ഞ് ഞാൻ ജനലൊന്ന് ഇത് തുറന്നിട്ട് നോക്കും, വത്സ വരുന്നുണ്ടോന്ന്. ഇല്ല, എന്നിട്ടല്ലേ ചെയ്യുള്ളൂ. തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്യും എല്ലാവരും, ഇല്ല ആരും കണ്ടില്ലെന്ന്. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കി, ഞാൻ നോക്കി, മുന്നോട്ട് നോക്കി, ഇടത്തോട്ട് നോക്കി, വലത്തോട്ട് നോക്കി, പുറകോട്ട് നോക്കി, ഒക്കെ നോക്കി. നോക്കാത്ത സ്ഥലം എവിടെയാ? അത് പിശാച് മറച്ചു വെച്ചിരിക്കുക. ദൈവ സാന്നിധ്യ ബോധമുള്ളവനെ യോസേപ്പിനെ പോലെ പറയും. ദൈവ സാന്നിധ്യമില്ലാത്ത പൊത്തിപ്പേറിന്റെ ഭാര്യ പറയും ഇവിടെ ആരുമില്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരി. എന്നാൽ ദൈവാത്മാവുള്ള യോസേപ്പ് പറയും ഇവിടെ ആളുണ്ട്. ദൈവ സാന്നിധ്യത്തെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റുകളെ തിരുത്തുവാൻ കഴിയണം. അതാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ കണ്ടില്ല, പക്ഷേ അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ വീട്ടിൻ്റെ അകത്ത് ഭാര്യ ഭർത്താവ് മാത്രം രഹസ്യത്തിൽ
ആമൻ സംസാരിച്ചിട്ട് ആമൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പത്രോസിന്റെ മുമ്പിൽ ഹല്ലേലൂയ അനന്യാസ് വന്നു. ആമേ പ്രൈസിലോട് പറയിച്ചില്ല, സ്തോത്രം എന്ന് പറഞ്ഞില്ല, അന്യഭാഷ പറഞ്ഞില്ല. വീട്ടിലേക്ക് ഇങ്ങ് കയറി വന്നിട്ട് പത്രോസ് ചോദിച്ചു, അനന്യാസേ, ഇത്രയ്ക്കോ നിലം വിറ്റത്? ഇതൊക്കെ വായിക്കുന്നത് ഒരു ദൈവഭയകത്ത് കയറാനാ. ഇത്രയ്ക്കോ നീ വിറ്റത്? അതെ, ദേ കിടക്കുന്നു. പിന്നെ ഉത്തരം ചോദ്യം വിശദീകരണമൊന്നുമില്ല. ആരുടെ മുമ്പെല്ലാം നിൽക്കണമെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്യാൻ നമുക്ക് ധൈര്യപ്പെടില്ല. ആമേൻ. ഞാൻ വേഗം പോകുക. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. മറ്റൊരാൾ സുവിശേഷം എൻ്റെ ശുശ്രൂഷയാൽ എനിക്ക് റോമിൽ ചിലരെ ആത്മാവിൽ നേടണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുമായി സമ്പർക്കത്തിലിരിക്കുന്ന, ഏറ്റവും അടുത്ത് നിങ്ങൾ ബന്ധപ്പെടുന്ന, സംസാരിക്കുന്ന വ്യക്തി യേശുവിനെ കണ്ടുമുട്ടിയോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ നിങ്ങളെ അവർ കാണുന്നത് കൊണ്ടാണ് പലരും മാനസാന്തരപ്പെടാത്തത്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? അവരെന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല? പ്രാർത്ഥിക്കുമ്പോൾ വളരെ കൊതിയുണ്ട്, കർത്താവേ ഒരു മാനസാന്തരം ശരിയാണ്, കരയുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ അവർ കാണുമ്പോൾ ഈ വിശ്വാസത്തെ അവർ സ്വീകരിക്കുമോ? നിന്റെ വീടിന്റെ അകത്തൊരു സുവിശേഷകനായി മാറണം. സുവിശേഷത്തിന്റെ ആത്മാവിനാൽ നീ നിയന്ത്രിക്കപ്പെടണം. നിന്റെ ജീവിതം മുഴുവനും ആത്മാവിനാലും വചനത്താലും ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള നല്ല നടപ്പ് കണ്ടിട്ട് അവരും നിങ്ങളോട് ചേർന്ന് വരും. അത് പറയാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ആത്മീയ അനുഭവം ഉണ്ടോ? വീട്ടിൽ പണ്ടൊരാൾ പറഞ്ഞു, അവർ സഭയിലേക്ക് അന്യഭാഷ പറഞ്ഞോട്ടെ, പക്ഷെ വീട്ടിൽ ഇവർ മറുഭാഷ പറയുള്ളൂ. ഒന്ന് വീട്ടിൽ എന്തേ ഉള്ളൂ? മനസ്സിലായില്ലേ? രണ്ടും സഭയിൽ അന്യഭാഷ പറയുന്ന പലരും വീട്ടിൽ എന്താണ്? ഈ വേഷം കെട്ടല്ല ഉള്ളത്. അവിടെ ആള് മാറി. അവിടെയാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ സാധനം പിടിച്ചിട്ടുള്ള തുള്ളല്, വായിലെ നാക്ക് ശുദ്ധമല്ല, ഭർത്താവിനോട് പറഞ്ഞ വാക്ക് ശുദ്ധമല്ല, ഒരു ചെറിയ നിസ്സാര വാക്ക് പറഞ്ഞ വാക്ക് ശുദ്ധമല്ല, ഭാര്യയോട് പറഞ്ഞത് ശുദ്ധമല്ല, മക്കളോട് പറഞ്ഞത് ശുദ്ധമല്ല. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, തോന്നിയ പോലെയൊക്കെ ചെയ്യും. എന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ. മാതൃകയുണ്ടോ നീ ജീവിതത്തിൽ? സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെ ജീവിതത്തിന്റെ മാതൃകയാണ്. ആമേൻ. അകത്ത് പ്രാർത്ഥിക്കുമ്പോഴല്ലാത്തൊരു സമയമുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളെല്ലാവരും ക്ലീനാ. ഇപ്പോ കർത്താവ് നമ്മളെല്ലാവരും പോകുന്ന എനിക്ക് തോന്നണം, അല്ലേ? ഉറപ്പല്ലേ? ഇപ്പൊ വരണം. യോഗം കഴിഞ്ഞ് പോയാൽ പറ്റില്ല. ആശീർവാദം കഴിഞ്ഞ ആള് മാറും. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഇവിടെ നമ്മുടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, ഞാൻ വേഗം ഉപവാസ പ്രാർത്ഥനയിൽ സഹോദരി വന്നു. ഒരു പൈശാചിക ബന്ധനത്തിലുള്ളതാ ആ സഹോദരി. ആമേ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവം അവളോട് കരുണ കാണിച്ചു. ദൈവം അത്ഭുത വിടുതൽ കൊടുത്തു. സൗഖ്യത്തോടെ വീട്ടിലേക്ക് പോയി. രാത്രി ഇത് പകൽ യോഗത്തിന് ഉപവാസ പ്രാർത്ഥന തുടർന്ന് നടക്കുന്ന ഒരു പ്രാർത്ഥനാ യോഗത്തില. വൈകിട്ട് വന്നപ്പോൾ ഇതേപോലെ കാലത്തെ പോലെ അത് വീണ്ടും പിശാചിളക്കി വീണു. അപ്പൊ എൻ്റെ അറിവ്, ഞാൻ പറയില്ല, ഞാൻ ശുശ്രൂഷ ആരംഭകാലമല്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് വലിയ അറിവുകളും പരിജ്ഞാനമൊന്നും എനിക്ക് അന്നുമില്ല. ഇപ്പോഴും ഞാൻ പൂർണ്ണനൊന്നും അല്ല, അറിവുകൾ ഇനിയും കിട്ടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് വിട്ടുപോയ പിശാച് പിന്നെ എങ്ങനെ ഇത് പറഞ്ഞേ? ദൈവത്തിന്റെ ഭരണത്തിലായല്ലോ. അപ്പൊ പിശാച് പറയാ, ഞാൻ ഉത്തരം ചോദിക്കുന്നു വേണ്ടി ഒന്നുമില്ല, മൂപ്പരിന്റെ ഉത്തരം ചോദ്യം മനസ്സിലാക്കി പറയാ. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഉപദേശിക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ ഉത്തരമൊന്നും പറഞ്ഞില്ല, കാരണം പിശാചിനോട് സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഞാൻ മിണ്ടാതെ അവിടെ നിന്ന് മൂപ്പര് പറയാണ്, ഈ വിളി ഇവിടുന്ന് യോഗം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടേ മരുമകളായിട്ട് തല്ലൂട്ടിട്ട് പച്ചത്തറി പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന്. അപ്പൊ എനിക്ക് വന്നുകൂടെ എന്നോട് ചോദിക്കുക. അപ്പൊ എനിക്ക്, നീ നോക്കിക്കോ, വായ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, എല്ലാം നിയന്ത്രണമില്ലാതെ, ആത്മനിയന്ത്രണമില്ല, നിയോഗമില്ലാതെ നീ പറയുന്ന പല കാര്യങ്ങളും വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളും നിന്റെ കുടുംബത്തിന്റെ ശാപമാണ്. എന്നിട്ട് ഇത് തിരുത്താൻ കഴിയാതെ, മാറ്റാൻ കഴിയാതെ നീ ഉപവസിച്ച് പത്യനാട്ട് നീ രണ്ടാമത്തെ ആഴ്ച ദൈവം തന്നെ അന്ന് ഉപവസിച്ചാലും നിന്റെ കാര്യം നടക്കില്ല. നീ മാനസാന്തരപ്പെടണം. സുവിശേഷത്തിൽ വ്യത്യാസം ജീവിക്കണം, സുവിശേഷ പ്രകാരം ജീവിക്കണം. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, അങ്ങനെ നാം സുവിശേഷത്തിൽ ജീവിക്കുന്നുവെങ്കിൽ പൗലോസിനെ പോലെ പറയും, നിങ്ങൾക്ക് എന്നെ പോലെ ആയാൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. സുവിശേഷ ആത്മാവ്, അതാണ് മൂന്നാമത്തെ ദൗത്യം. വേഗം നാലാമത്തേതും കൊണ്ട് പറയാം. നാലാമത്തെ വാക്ക് റോം സന്ദർശിക്കുന്നതിന്റെ കാരണം ഇതിലില്ല.
ഈ വായിച്ച ഭാഗത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് 15 അധ്യായത്തിന്റെ 23 വാക്യത്തിലാണ്. 4-ാമത്തെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ച് 15. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ, അയ്യോ ആമേൻ, ഒരു ദൈവദാസൻ പറഞ്ഞ വാക്ക് നോക്കി. ഞാൻ എന്തിനാ ഇപ്പൊ റോമിലേക്ക് വരണമെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ റോമിലേക്ക് എന്തിനാ വരണേ? ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്ന ആരും ഇല്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കോളനിയിലുള്ള എല്ലാവരോടും നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ ഭക്തയാണെന്നേ, ഭയങ്കര ഭക്തി, ഉപവാസം, പ്രാർത്ഥന, സഭയിൽ ഇന്ന് പിരിവ് കൊടുക്കും, സ്വോത്രക്കാഴ്ച കൊടുക്കും, വാർഷിക ദശമശം കൊടുക്കും, എല്ലാം ചെയ്യും. അതൊക്കെ ടോപ്പ് 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 ടോപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ വാക്കൊന്ന് പഠിച്ചേ. ഈ ദിക്കുകളിൽ എനിക്കിനി, പ്രൈസ് ദി ലോർഡ്, ഇനി ഞാൻ കണ്ടെത്തിയ പറയാൻ സ്ഥലമുള്ള അവസരമുള്ള സ്ഥലമായിട്ട് ഞാൻ ഇപ്പൊ എവിടെയാ കാണുന്നത്? റോമിലേക്ക്. റോമിൽ ഇനിയും പറയാൻ സ്ഥലം ആളുകളുണ്ട്. ഇപ്പോ ഞാൻ ചെയ്യുന്നിടത്ത് എന്തില്ല? സ്ഥലമില്ല. ഇന്ന് പകൽ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ കഴിയുമോ, ഞാൻ എൻ്റെ അയൽക്കാരോടും എൻ്റെ വില്ലേജിനോടും എൻ്റെ ഗ്രാമത്തോടും ഞാൻ വിശ്വസ്തരായി തീർന്നു എന്ന്?